മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. ചില ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് വിലക്കണമെന്ന 8-ാം പ്രതി ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. സാക്ഷിമൊഴികൾ ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. സാക്ഷിമൊഴികൾ അതിജീവിതയുടെ അഭിഭാഷകർക്ക് നൽകണം. വസ്തുതാന്വേഷണം നടത്തിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമെന്നും വ്യക്തമാക്കി. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ല. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ്. സാക്ഷിമൊഴികളുടെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്നും ഇത് ചില ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്നതാണെന്നുമായിരുന്നു 8-ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ 8-ാം പ്രതി ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്നും ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഹൈക്കോടതി ആവർത്തിച്ചു. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ 2022 ഹർജിയിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണിക്കാനാകുമോ എന്ന് മെയ് 30 ഹൈക്കോടതി പരിശോധിക്കും. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ഹൈക്കോടതിയിൽ ഹാജരാകും. കൊച്ചിയിൽ നിന്നും റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ.